കുറച്ചു കാലമായി വളരെയധികം ആശങ്ക പരത്തുന്ന ഒന്നാണ് തൊഴിലിടങ്ങളിലെ സമ്മർദ്ദവും അതിനെ തുടർന്നുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളും മറ്റ് പ്രത്യാഘാതങ്ങളും. ഈവയിലെ അന്ന സെബാസ്റ്റ്യനും ബജാജ് ഫിനാൻസിലെ തരുൺ സക്സേനയും എല്ലാം തൊഴിൽ സമ്മർദ്ദങ്ങൾ കാരണം ജീവൻ പൊലിഞ്ഞവരാണ്. ഒരുപാട് മോഹങ്ങളുമായി ഉന്നത പഠനങ്ങളിലൂടെ വ്യത്യസ്ത തൊഴിൽ മേഖലകളിൽ എത്തുന്നവരോട് വിദഗ്ധർ പറയുന്നത് നോക്കാം. ഏറെ ഉത്സാഹത്തോടെ ഉണർന്നെഴുന്നേൽക്കുന്ന ഒരു പകലിനെ കുറിച്ച് സങ്കല്പിക്കൂ. അന്നത്തെ ദിവസം ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളുടെ ഒരു പട്ടിക മുന്നിലുണ്ടാവും. അവ ഓരോന്നായി പൂർത്തിയാക്കാനുള്ള ഊർജവുമുണ്ട്. പക്ഷെ ദിവസം കഴിയും തോറും കൂടുതൽ കാര്യങ്ങൾ ആ പട്ടികയിലേക്ക് എത്തുന്നു. ഡെഡ് ലൈനുകൾ വളരെ വേഗം അടുത്തെത്തുന്നു. പതിയെ രാവിലെ തോന്നിയിരുന്ന ഉത്സാഹവും ആവേശവും എല്ലാം കെട്ടടങ്ങാൻ തുടങ്ങും. ആ സ്ഥാനത്താണ് ആശങ്കകൾ വളരാൻ തുടങ്ങുന്നത്. ഇതെല്ലാം ജോലിയുടെ ഭാഗമായുള്ള ചെറിയ സമ്മർദ്ദങ്ങളാണെന്ന് കരുതി ആദ്യമൊക്കെ നിസ്സാരമായി തള്ളിക്കളയാൻ എളുപ്പമാണ്. എന്നാൽ ഈ സമ്മർദ്ദം ഇതിലും വലിയ എന്തെങ്കിലും ഒന്നിൽ ചെന്ന് അവസാനിക്കുന്ന അവസ്ഥയായാലോ? നമ്മുടെ മാനസികാരോഗ്യത്തിൽ അതുണ്ടാക്കുന്ന തകരാർ ചിലപ്പോൾ പരിഹരിക്കാൻ കഴിയാത്തതുമായിരിക്കും. തൊഴിലിടത്തിൽ സമ്മർദ്ദവും ബേൺഔട്ടും ഉണ്ടാകുന്നത് എങ്ങനെ? ഒരു വ്യക്തിക്ക് താങ്ങാനാവുന്നതിലും അധികം ജോലി തൊഴിലിടങ്ങൾ ആവശ്യപ്പെടുമ്പോഴാണ് ജോലി സംബന്ധമായ സമ്മർദ്ദം ഉണ്ടാകുന്നത്. തൊഴിലുമായി ബന്ധപ്പെട്ട മാനസിക സമ്മർദ്ദങ്ങൾ സാധാരണമാണ്. എന്നാൽ ഒരു പരിധി കഴിയുമ്പോഴാണ് അത് ബേൺഔട്ടായി മാറുന്നത്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സമ്മർദ്ദം കാരണം മാനസികവും ശാരീരികവും വൈകാരികവുമായി അനുഭവപ്പെടുന്ന തളർച്ചയാണ് ബേൺഔട്ട്. അമിതമായ ജോലിഭാരം, ജോലികൾ ചെയ്തു തീർക്കാൻ ആവശ്യത്തിന് സമയമില്ലാത്ത അവസ്ഥ, മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണക്കുറവ്, സഹപ്രവർത്തകരുമായുള്ള ബന്ധത്തിലെ വിള്ളലുകൾ എന്നിവയും ബേൺഔട്ടിന് കാരണമാകും. 3 പ്രധാന തലങ്ങളാണ് ബേൺഔട്ടിനുള്ളത്. ഒന്നാമത് നിരന്തരം അനുഭവപ്പെടുന്ന ക്ഷീണം, തളർച്ച, ജോലി ചെയ്യാനാകാത്ത അവസ്ഥയൊക്കെയാണ്. രണ്ടാമത് ചെയ്യുന്ന ജോലിയോടും സഹപ്രവർത്തകരോടും ഓഫീസിനോടും നെഗറ്റീവായ സമീപനവും എപ്പോഴും കുറ്റങ്ങൾ കണ്ടുപിടിക്കുന്ന ഒരു പ്രവണതയും. മൂന്നാമതായി ചെയ്യുന്ന ജോലിയിൽ യാതൊരു അർത്ഥവുമില്ല എന്ന ഒരു തോന്നൽ. ഈ ചിന്ത കാരണം നമ്മുടെ പ്രവർത്തനക്ഷമത കുറയുകയും ഒരു നേട്ടവും ഉണ്ടാക്കാൻ കഴിയുന്നില്ല എന്ന തോന്നൽ കൂടുകയും ചെയ്യും. ജോലിയിലെ പ്രകടനം മോശമാവുകയും ജോലിയിൽ നിന്ന് വിട്ടുനിൽക്കുകയും ആരോഗ്യം മോശമാവുകയും ചെയ്യും. വിഷാദം, ഉത്കണ്ഠ തുടങ്ങിയ പ്രശ്നങ്ങൾക്കും അത് കാരണമാകാം. അങ്ങനെ ദൈനംദിന ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾക്ക് ബേൺഔട്ട് കാരണമാകാറുണ്ട്. ബേൺഔട്ട് കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ വ്യത്യസ്ത മേഖലകളെ ബേൺഔട്ട് കാര്യമായി ബാധിക്കാറുണ്ട്. സ്വഭാവത്തിലും അത് കാര്യമായ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കാറുണ്ട്. ഒന്നാമതായി വൈകാരികമായ മാറ്റങ്ങൾ. ജോലി ചെയ്യാനുള്ള നമ്മുടെ തന്നെ മോട്ടിവേഷനെ ബേൺഔട്ട് അപഹരിക്കാനിടയുണ്ട്. നമ്മുടെ സന്തോഷവും ആത്മാർത്ഥതയും കവർന്നെടുത്ത് ആശങ്കകളും ദേഷ്യവും ഒറ്റപ്പെടലും നിസ്സഹായ അവസ്ഥയും അതുണ്ടാക്കും. തൊഴിലുമായുള്ള ബന്ധം നഷ്ടമായതുപോലെ തോന്നും. നേട്ടങ്ങളിൽ സന്തോഷം കണ്ടെത്താനാവാത്ത ഒരവസ്ഥ ഉണ്ടായേക്കാം. മറ്റുള്ളവരിൽ നിന്ന് മാറി ഒറ്റയ്ക്കിരിക്കാനുള്ള പ്രവണതയും ഉണ്ടാകാം. രണ്ടാമതായി ചിന്തകളിൽ വരുന്ന മാറ്റങ്ങളാണ്. ബേൺഔട്ടിലൂടെ കടന്നു പോകുന്നവർ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ചെറിയ തെറ്റുകളെ പോലും വലിയ കാര്യമാക്കും. സ്വന്തം ജോലിയെ നിശിതമായി വിമർശിക്കും. ജോലിയിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും അകന്നു നിൽക്കുന്നത് പോലെ അവർക്ക് അനുഭവപ്പെടുകയുണ്ടാവാം. നെഗറ്റീവായ ചിന്തകളാകും ഇത്തരം സമയങ്ങളിൽ മേധാവിത്വം പുലർത്തുക. ഓർമ്മ പ്രശ്നങ്ങൾ, തീരുമാനങ്ങൾ എടുക്കുന്നതിലെ പിഴവുകൾ, ആത്മവിശ്വാസക്കുറവ് എന്നിവ ദിവസങ്ങൾ പോകുന്തോറും കൂടിക്കൂടി വരും. പിന്നെ സ്വഭാവത്തിലെ മാറ്റങ്ങൾ. ജോലികൾ പിന്നീടത്തേക്ക് മാറ്റിവെക്കുന്ന പ്രവണത കൂടും. ഫലപ്രദമായി ജോലികൾ ചെയ്തു തീർക്കാൻ കഴിയില്ല. ഒത്തുകൂടലുകളിൽ നിന്നെല്ലാം സ്വയം ഒഴിവാവുകയും ഒറ്റപ്പെടുകയും ചെയ്യും. സ്ഥിരമായി ചെയ്തു വന്നിരുന്ന നിസ്സാര ജോലികൾ പോലും ചെയ്തു തീർക്കാൻ ബുദ്ധിമുട്ടുണ്ടാകും. പിന്നെ ശാരീരികമായ മാറ്റങ്ങൾ. കടുത്ത ക്ഷീണം, തളർച്ച, പേശീവേദന, തലവേദന, വയറിലെ അസ്വസ്ഥതകൾ, ഉറക്കക്കുറവ് എന്നിവയ്ക്കും ബേൺഔട്ട് കാരണമാകാറുണ്ട്. കൂടുതൽ ഗുരുതരമായാൽ ഉദര രോഗങ്ങൾക്കും ചില ത്വക്ക് രോഗങ്ങൾക്കും വരെ അത് കാരണമാകാം. ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളുള്ള വ്യക്തികളിൽ ബേൺഔട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. എല്ലാ കാര്യവും തികഞ്ഞതും കുറ്റമറ്റതുമായിരിക്കണമെന്ന് വാശി പിടിക്കുന്ന പെർഫെക്ഷനിസ്റ്റുകൾ, ജോലിയോട് ഒരു ലഹരി പോലെ അടിമപ്പെട്ടിരിക്കുന്ന വർക്കഹോളിക്കുകൾ, സ്വന്തമായി അതിരുകൾ നിർണ്ണയിക്കാതെ മറ്റുള്ളവരെ തന്നോട് എങ്ങനെ വേണമെങ്കിലും പെരുമാറാൻ അനുവദിക്കുന്നവർ എന്നിവർ ഇതിൽപ്പെടും. ജീവിതത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളോടും പുതിയ സാഹചര്യങ്ങളോടും പൊരുത്തപ്പെടാനാകാത്തവർ, എപ്പോഴും ജോലിയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നവർ, വികാരങ്ങളെ നിയന്ത്രിക്കാൻ ബുദ്ധിമുട്ടുന്നവർ, വ്യക്തി ജീവിതത്തിൽ വലിയ പ്രതിസന്ധികൾ നേരിടുന്നവർ എന്നിവർക്കും ബേൺഔട്ട് ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ്. ടോക്സിക് തൊഴിലന്തരീക്ഷം, ആവശ്യത്തിന് അഭിനന്ദനങ്ങൾ കിട്ടാത്ത അവസ്ഥ, തുറന്ന ആശയവിനിമയത്തിന് അവസരങ്ങൾ ഇല്ലാത്ത ഇടങ്ങൾ, ഓരോ വ്യക്തിയും ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ തമ്മിലുള്ള സംഘർഷം എന്നിവ മാനസിക സമ്മർദ്ദവും ബേൺഔട്ടും കൂടുതൽ കലശലാക്കും.
അതുകൊണ്ട് തന്നെ വ്യക്തി ജീവിതത്തിലും തൊഴിലിടത്തിലും ബേൺഔട്ടിന് വഴിയൊരുക്കുന്ന ഘടകങ്ങൾ കണ്ടെത്തി പരിഹരിക്കേണ്ടത് അത്യാവശ്യമാണ്. ബേൺഔട്ട് പ്രതിരോധിക്കേണ്ടത് വളരെ അത്യാവശ്യമാണെന്ന് മനസ്സിലായില്ലേ? അതിനുള്ള പോംവഴികൾ നോക്കാം. വ്യക്തിയിൽ മാത്രം മാറ്റങ്ങൾ വരുത്തിയാൽ ബേൺഔട്ടിന് പൂർണ്ണ പരിഹാരമാവില്ല. അതിന് തൊഴിലിടത്തിലും മാറ്റങ്ങൾ വരണം. ജോലി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട ശീലങ്ങളിൽ മാറ്റങ്ങൾ വരുത്തിയും ആവശ്യത്തിന് ഇടവേളകൾ എടുത്തും ഓവർ ടൈം ജോലി ചെയ്യുന്നത് കുറച്ചുകൊണ്ടും വ്യക്തിപരമായി നമുക്ക് ചില മാറ്റങ്ങൾ വരുത്താവുന്നതാണ്. സമയം നന്നായി ക്രമീകരിക്കാനും മെച്ചപ്പെട്ട തീരുമാനങ്ങൾ എടുക്കാനും പ്രശ്നങ്ങൾ പരിഹരിക്കാനുമുള്ള കഴിവുകൾ സ്വായത്തമാക്കണം. സെൽഫ് കെയറിന് മുൻതൂക്കം നൽകേണ്ടതും അത്യാവശ്യമാണ്. വ്യായാമം നിത്യജീവിതത്തിന്റെ ഒരു ഭാഗമാക്കണം. റിലാക്സേഷന് സഹായിക്കുന്ന പോംവഴികൾ ദിവസവും ചെയ്യാം. ആഹാരശീലത്തിലും ഒരു ബാലൻസ് കൊണ്ടുവരണം. വികാരങ്ങളെ നന്നായി നിയന്ത്രിക്കാനും പഠിക്കണം. വീട്ടിനകത്തും ഓഫീസിനകത്തും നമുക്ക് ശക്തമായ മാനസിക വൈകാരിക പിന്തുണ നൽകുന്നവരുമായി നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കണം. സാമൂഹിക ജീവിതം മെച്ചപ്പെടുത്തണം. സഹപ്രവർത്തകരുമായും വീട്ടിലുള്ളവരുമായും ആശയവിനിമയം വ്യക്തവും സുദൃഢവുമായിരിക്കണം. അവരോട് നന്നായി സംസാരിക്കാൻ ആയാൽ തന്നെ നമ്മുടെ മാനസിക സമ്മർദ്ദം വളരെ കുറയും. തൊഴിലിടങ്ങളിൽ ജോലി സംബന്ധമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ജീവനക്കാരെ കൂടി ചർച്ചയിൽ ഉൾപ്പെടുത്തണം. പോസിറ്റീവായതും ആരോഗ്യകരവുമായ ഒരു കൂട്ടായ്മ വളർത്തിയെടുക്കാനാകണം. ആശയവിനിമയത്തിനും പരസ്പര ബഹുമാനത്തിനും ജീവനക്കാരുടെ ക്ഷേമത്തിനും പരിഗണന നൽകുന്ന ഒരു തൊഴിലിടം സൃഷ്ടിക്കാൻ സ്ഥാപന ഉടമകളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു വ്യക്തിയുടെയും കുടുംബ ജീവിതത്തിലും കരിയറിലും വലിയ സ്വാധീനമുണ്ടാക്കാൻ കഴിയുന്ന ഒന്നാണ് തൊഴിലിടത്തിൽ നിന്നുള്ള സമ്മർദ്ദങ്ങൾ. അതിന്റെ ലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിഞ്ഞ് സഹായം ആവശ്യമെങ്കിൽ പ്രൊഫഷണൽ തെറാപ്പിസ്റ്റുകളുടെ സഹായം തേടാവുന്നതാണ്. ഒന്നുകൂടി ഓർമ്മപ്പെടുത്തട്ടെ, മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും വളരെ പ്രധാനമാണ്.